നമ്മൾ നേരത്തെ ഒരുപാട് ആഘോഷങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. നമ്മൾ ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് പറഞ്ഞു. ആറ്റുകാൽ പൊങ്കാലയിൽ നമ്മുടെ ഒരു മതസൗഹാർദ്ദത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ. ഹോളിയാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ആ ആഘോഷങ്ങൾക്ക് ഇടയിൽ നിന്ന് ലഭിക്കുന്നതാകട്ടെ ഒരുപാട് വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. ഇപ്പോൾ ഇതാ പശ്ചിമ ബംഗാളിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. ഹോളി ആഘോഷത്തിനിടെ കോളേജ് വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. നോർത്ത് 24 പർഗാന സ്വദേശി ആകാശ് ചൗധരിയാണ് കൊല്ലപ്പെട്ടത്. അബ്ദുൾ റഷീദ് ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം. നോക്കാം എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ സംഘർഷം ഉണ്ടായതെന്ന് നോക്കാം. അബ്ദുൾ റഷീദ്, ഈ ഹോളി ആഘോഷം നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും അക്രമങ്ങളിലേക്ക് എത്തുന്നത് കാണാൻ കഴിയുന്നുണ്ട്. രാജസ്ഥാനിൽ നിന്ന് കേൾക്കുന്നു, യുപിയിൽ പള്ളികൾ മൂടുന്നത് കാണാൻ കഴിയുന്നു. ഇപ്പോഴിതാ ബംഗാളിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് അറിയാൻ കഴിയുന്നത്. മനു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടാടുന്ന ഒരു വലിയ ഉത്സവം തന്നെയാണ് ഹോളി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി ഒരു സമുദായത്തെ തന്നെ വലിയ രീതിയിൽ മാറ്റി നിർത്തുന്ന ഒരു സമീപനം വിവിധ സംസ്ഥാനങ്ങളിലെ BJP സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. അതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ സേനയെയും അതോടൊപ്പം പോലീസിനെയും സുരക്ഷയുടെ ഭാഗമായി സുരക്ഷാ സജ്ജീകരണ ഭാഗമായി വിന്യസിച്ചിരുന്നെങ്കിൽ പോലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഏറെ ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണ് നമുക്ക് ലഭ്യമാക്കുന്നത്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, അതോടൊപ്പം ജാർഖണ്ഡ്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ദുഃഖകരമായ വാർത്തകളാണ് നമുക്ക് ലഭ്യമാക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഹോളി ആഘോഷത്തിനിടെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുകയും അത് കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ 24 പർഗാനാസ് ജില്ലയിലാണ് ഇത്തരത്തിലൊരു കോളേജ് വിദ്യാർത്ഥി ആക്രമണത്തിനിരയാകുകയും അതോടൊപ്പം കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും തൃണമൂൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആകാശ് ചൗധരിയാണ് കഴിഞ്ഞ ദിവസത്തിലെ ഈ ആഘോഷത്തിനിടയിൽ കൊല്ലപ്പെട്ടത്. ഈ ആകാശ് ചൗധരി മറ്റൊരു വിദ്യാർത്ഥിയുമായി ഇത്തരത്തിൽ നേരത്തെ കോളേജിൽ വെച്ചും ചില സംഘർഷങ്ങളും വാക്ക് തർക്കങ്ങളും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഈ വിദ്യാർത്ഥി സംഘങ്ങളൊക്കെ തന്നെയും ഈ ചൗധരിയെ ഭീഷണിപ്പെടുത്തുകയും അതിന് പിന്നാലെ ഈ ഹോളി ആഘോഷത്തിൽ കാണാമെന്ന തരത്തിലുള്ള ഭീഷണിപ്പെടുത്തുന്നതായും അത്തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ ഉണ്ടായതായും ഇപ്പോൾ വിദ്യാർത്ഥികളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥിയെ ഹോളി ആഘോഷത്തിനിടയിൽ കത്തി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയി ഹോളി ആഘോഷത്തിനിടയിലേക്ക് കൊണ്ടുപോവുകയും അത്തരത്തിൽ ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഇത്തരത്തിലൊരു കൊലപാതകം നടത്തുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കൊലപാതകിയായിട്ടുള്ള, അതായത് പ്രതിയായിട്ടുള്ള പവൻ രാജ്ഭറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥി പാർട്ടി സംഘടനാപരമായിട്ടുള്ള ചില വാക്ക് തർക്കങ്ങളിലൊക്കെ തന്നെയും ഈ വിദ്യാർത്ഥിയും അതോടൊപ്പം മറ്റു വിദ്യാർത്ഥികളും ഏർപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയുള്ള ഒരു വിദ്വേഷവും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളൊക്കെ തന്നെ പടർന്നിരുന്നു. ഈ കോളേജിലെയും ഈ തൃണമൂൽ കോൺഗ്രസിനും അതോടൊപ്പം ABVP സംഘങ്ങളൊക്കെ തന്നെയും ഇതിൽ വലിയ നേരത്തെയും സംഘർഷങ്ങളുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഒരു പകപോക്കൽ എന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റു 2 പ്രതികൾക്ക് കൂടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഈ പ്രതികൾ കൊലപാതകത്തിന് ശേഷം ഒളിച്ചോടി എന്നുള്ളൊരു വിവരം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒളിച്ചോടിയിട്ടുള്ള 2 പ്രതികൾക്കായിട്ടുള്ള അന്വേഷണവും ഇതോടൊപ്പം തന്നെ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ജാർഖണ്ഡിലും ഇത്തരത്തിലുള്ളൊരു വലിയ ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇരു സമുദായങ്ങളും തമ്മിൽ കല്ലേറുണ്ടാകുന്നു. ഇതിന് പിന്നാലെ ഈ മേഖലകളിലൊക്കെ തന്നെയും പല കടകളും അതോടൊപ്പം വാഹനങ്ങൾക്കും തീയിടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. എന്തായാലും ഈ ജുമാ നമസ്കാരവുമായി ബന്ധപ്പെട്ടും വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും മധ്യപ്രദേശിലും അതോടൊപ്പം പഞ്ചാബിലും ഇത്തരത്തിലൊരു കല്ലേറുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇത്തരത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ ഹോളി ആഘോഷത്തിന് പിന്നാലെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിരവധി കേസുകൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇത്തരത്തിൽ വലിയ സന്നാഹങ്ങളോട് കൂടി ഇത്തരത്തിൽ സുരക്ഷയുടെ ഭാഗമായി വലിയ സന്നാഹങ്ങൾ കേന്ദ്ര സർക്കാരും അതോടൊപ്പം ഇത്തരം BJP സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും പോലീസിനെയും സേനയെയും വിന്യസിച്ചതെങ്കിൽ പോലും ഇത്തരം അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ തടയാൻ സാധിക്കാത്തതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനോടകം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും സമാജ്വാദി പാർട്ടിയും അതോടൊപ്പം ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ തന്നെയും കോൺഗ്രസ് ഒക്കെ തന്നെയും ഈ BJP സർക്കാരുകൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഈ സംഭൽ അതോടൊപ്പം
ജാർഖണ്ഡ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന, ഡൽഹി തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഈ സുരക്ഷയുടെ ഭാഗമായി പള്ളികൾ മറക്കുകയും അതോടൊപ്പം ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വെള്ളിയാഴ്ച ദിവസത്തെ കൂട്ടപ്രാർത്ഥനയുടെ സമയം ക്രമീകരിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം വിവിധ മേഖലകളിൽ വാഹന പരിശോധനയും ഒക്കെ തന്നെ നടന്നിരുന്നു. പക്ഷേ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അബ്ദുൾ റഷീദ്, ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്, ഈ മനുഷ്യരുടെ മനസ്സുകളിൽ അപരമത വിദ്വേഷം വല്ലാതെ ഇങ്ങനെ കട്ടിപിടിച്ച് നിൽക്കുകയാണ്. അതായത് ചെറുപ്പം മുതൽ തന്നെ അവിടെയുള്ള മനുഷ്യർ കാണുന്നത് അപരമത വിദ്വേഷവും മറ്റുള്ള മതക്കാരെ ആക്രമിക്കുന്നതുമൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ചെയ്യേണ്ടതാണ് എന്ന ബോധ്യത്തിലേക്ക് ആ മനുഷ്യർ എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറയുന്നത്. അതിനെയൊക്കെ മാറ്റാൻ മുൻകൈ എടുക്കേണ്ടവർ തന്നെയാണ് ഈ പറയുന്ന അക്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്നത് എന്നതും ഏറെ പറയേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഒരു ഹോളി ആഘോഷിക്കുമ്പോൾ, നന്മയുടെ ആഘോഷം, നിറങ്ങളുടെ ആഘോഷം വരുമ്പോൾ എന്തുകൊണ്ടാണ് പള്ളികൾ ഈ ടർപ്പാളിനിട്ട് മൂടേണ്ടി വരുന്നത്, അതിന് ഭരണാധികാരികൾ അത്തരത്തിൽ നിർദ്ദേശം നൽകുന്നത് എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്.